Hi everyone, welcome back. ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിന്റെ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയുടെ 4ാമത്തെ മൊഡ്യൂളായ ദാറ്റ് ഈസ് രജിസ്ട്രേഷൻ. ശ്രദ്ധിക്കുക, 4ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് രജിസ്ട്രേഷൻ. ഇന്ന് ആ ചാപ്റ്ററുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് രജിസ്ട്രേഷൻ എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ GSTയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ, അതേപോലെ തന്നെ ഏതൊക്കെ പേഴ്സൺസ് ആണ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ള വ്യക്തികൾ. ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് രജിസ്ട്രേഷൻ അല്ലേ. ഒരു GSTയിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിൽ നിന്നോ ടാക്സ് അതോറിറ്റിയിൽ നിന്നോ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സുകളോ പ്രിവിലേജസോ വേണമെങ്കിൽ അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവരെ അടിസ്ഥാനപ്പെടുത്തുന്ന GST ആക്ടിന്റെ അണ്ടറിൽ ഒരു കമ്പനി നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ കമ്പനിക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ കോഡ് ലഭിക്കുള്ളൂ. ആ കോഡ് ഉണ്ടെങ്കിലാണ് അതൊരു ട്രസ്റ്റ് ആണ്. അതായത് ആ ഒരു ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും അവർക്ക് അതൊരു ട്രസ്റ്റ് ആണ്, ഇതൊരു രജിസ്ട്രേഡ് കമ്പനി ആണെന്ന് അറിയുമ്പോൾ. സോ നമുക്ക് നോക്കാം. Registration under a tax regime means obtaining a unique identification code from the tax authority governed by such a tax regime. കണ്ടോ, അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ കോഡാണ്. ഏത് സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ കോഡ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. എ സപ്ലയർ ഹു ക്യാരി ഓൺ എനി ബിസിനസ് അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യ ആൻഡ് ഹൂസ് ടോട്ടൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ ടു എക്സീഡ് ദ മിനിമം limit in a financial year, it is liable to get registered under the act within 30 days. അതായത് ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മൾ പറയുന്ന ത്രെഷ്ഹോൾഡ് ലിമിറ്റിൽ അല്ലെങ്കിൽ അത്രയും ഒരു ആഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഉള്ള ഏത് കമ്പനി ആയിക്കോട്ടെ വിത്തിൻ ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ള കൺട്രി ആയിക്കോട്ടെ അവര് 30 ദിവസത്തിനുള്ളിൽ ഈ GST ആക്ട് അനുസരിച്ച് അവരെന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു ത്രെഷ്ഹോൾഡ് ലിമിറ്റ് ആഗ്രിഗേറ്റഡ് ടേൺ ഓവർ വരുന്ന എല്ലാ കമ്പനികളും 30 ദിവസത്തിനകം അവർ എന്തായിരിക്കണം, GST കൊടുക്കാൻ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള കമ്പനികളായി മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യാൻ തയ്യാറാവുകയും വേണം. അപ്പൊ അതാണ് രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഒരു GST രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് കിട്ടുന്നത് നോക്കാം നമുക്ക്. ഒന്ന്, ഒരു ലീഗൽ റെക്കഗ്നീഷൻ ആണ്. ആസ് എ സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടത്തുന്ന ഒരു സപ്ലയർക്ക് ഒരു ലീഗൽ ഐഡന്റിഫിക്കേഷൻ ആണ് എന്ത്, ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലീഗലി എലിജിബിൾ ടു കളക്ട് ദ ടാക്സസ്, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സുകൾ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് എലിജിബിൾ ആകുന്നതും അല്ലെങ്കിൽ എലിജിബിൾ ആവാൻ സാധിക്കുന്നതും ഈ രജിസ്ട്രേഷൻ കഴിയുമ്പോഴാണ്. അതേപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബുക്സ് ആൻഡ് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യാനുള്ള ഒരു ലീഗൽ റൈറ്റ് നമുക്ക് കിട്ടുന്നതും ഈ രജിസ്ട്രേഷന് ശേഷമാണ്. അതുപോലെ തന്നെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് പെയ്ഡ്, നമുക്ക് പലതരത്തിലുള്ള അതായത് CGST ആയിക്കോട്ടെ, SGST ആയിക്കോട്ടെ, UTGST ആയിക്കോട്ടെ, IGST ആയിക്കോട്ടെ, ഏത് തരം ടാക്സ് ആണെങ്കിലും അത് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു രജിസ്ട്രേഷന് ശേഷമാണ്. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഗെയിൻ നമുക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ നേടിയെടുക്കാനായിട്ട് ഈ രജിസ്ട്രേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാനായിട്ട് നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ GST ഒരു ആക്ടിന്റെ അണ്ടറിൽ എന്തെല്ലാം പ്രിവിലേജസ് ആൻഡ് സ്പെഷ്യൽ ബെനിഫിറ്റ്സുകളാണോ വരുന്നത് അതെല്ലാം നമുക്ക് ഈസിലി ആക്സസിബിൾ ആവണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും എന്ത് ചെയ്തിരിക്കണം, GST ആക്ടിന്റെ അണ്ടറിൽ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയാണ് നമുക്ക് GST ആക്ടിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സ്പെഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, പേഴ്സൺ ലയബിൾ ഫോർ ദ രജിസ്ട്രേഷൻ അണ്ടർ CGST ആക്ട്. ഏതൊക്കെ പേഴ്സൺസ് ആണ് CGST ആക്ടിന്റെ അണ്ടറിൽ ലയബിൾ ആയിട്ടുള്ളത്, രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ബാധ്യതയുള്ളവർ ആരൊക്കെയാണ് നോക്കാം. where the supplier makes a taxable supply of goods and services or both if the aggregate turnover in the financial year exceed ₹20 lakh. 20 ലക്ഷത്തിനേക്കാൾ കൂടുതൽ ഒരു വർഷത്തെ അവരുടെ ആഗ്രിഗേറ്റഡ് ടേൺ ഓവർ കൂടുതലാണ് എങ്കിൽ the person definitely registered under GST Act.
ദെൻ സ്പെഷ്യൽ കാറ്റഗറി കേസസിലുള്ള സ്റ്റേറ്റുകളും അവരുടെ ഒരു ഫൈനാൻഷ്യൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ 10 ലക്ഷത്തിന് കൂടുതലാണെങ്കിലും അവരും രജിസ്ട്രേഷൻ ചെയ്യാൻ ലയബിൾ ആണ്. അതേപോലെ തന്നെ എവറി പേഴ്സൺ ഹു ഓൺ ദി ഡേ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ആൻഡ് ദ അപ്പോയിന്റഡ് ഡേ ഈസ് രജിസ്റ്റേർഡ് ഓർ ഹോൾഡ് ദ ലൈസൻസ് അണ്ടർ എക്സിസ്റ്റിംഗ് ലോ ഷാൾ ബി ലയബിൾ ടു രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഇഫക്റ്റീവ് ഫ്രം ദ അപ്പോയിന്റ് ചെയ്ത കമ്പനി അപ്പോയിന്റ് ചെയ്ത ഡേ മുതൽ ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് അവരും ബാധ്യതയുള്ളവരാണ്. അതുപോലെ തന്നെ ഹു ക്യാരിഡ് ഓൺ ബൈ എ ടാക്സിബിൾ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഈസ് ട്രാൻസ്ഫേർഡ്. അതായത് നമ്മൾ ഓൾറെഡി ബിസിനസ് ക്യാരിഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ആ ബിസിനസ്സിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിക്കണം, മറ്റൊരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ പോലും ഷാൾ ബി ലയബിൾ ടു ബി രജിസ്റ്റേർഡ് വിത്ത് ഇഫക്റ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ട്രാൻസ്ഫർ. എന്നാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇഫക്റ്റഡ് ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, GST ആക്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അമാൽഗമേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ട്രൈബ്യൂണൽ ഓർ അതർവൈസ് ട്രാൻസ്ഫർ ഷാൾ ബി ലയബിൾ ടു രജിസ്റ്റേർഡ്. ദെൻ 2 or more കമ്പനീസ് കൂടിയിട്ട് ഡീമർജർ ചെയ്യാണ്. ഇതിൽ ഏത് കേസസ് വന്നാലും ആ പേഴ്സൺസ് എല്ലാം ലയബിൾ ടു പേ ദി ടാക്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ലയബിൾ ടു രജിസ്റ്റേർഡ് അണ്ടർ GST ആക്ട്. അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് അണ്ടർ വരുന്നത്. ഏതൊക്കെ വ്യക്തികളാണ് CGST ആക്ട് പ്രകാരം, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ആക്ട് പ്രകാരം ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തികൾ. സ്പെഷ്യൽ കേസുകൾ, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ കേസുകൾ 10 ലക്ഷം ടേൺ ഓവറിന് കൂടുതലും, അതുപോലെ തന്നെ സപ്ലയറിന്റെ ടേൺ ഓവർ 20 ലക്ഷത്തിനേക്കാൾ കൂടുതലും, അതേപോലെ തന്നെ ഡീമർജർ അമാൽഗമേഷൻ കേസസുകൾ, ട്രാൻസ്ഫർ ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻസ്, ഇത്രയാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ വരുന്നത്, ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ വരുന്നത്. എന്താണ് രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അണ്ടർ CGST ആക്ട് പ്രകാരം ഏതൊക്കെ പേഴ്സൺസ് ആണ് ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ മറ്റ് പ്രധാനപ്പെട്ട പോർഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.